മുജ്ജന്മത്തിലെ ജീവിത പങ്കാളി തന്നെ ഈ ജന്മത്തിലും വിവാഹം കഴിക്കാനുള്ള ജാതക യോഗമെന്ത്? നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മുജ്ജന്മത്തിലെ ജീവിത പങ്കാളി തന്നെ ഈ ജന്മത്തിലും വിവാഹം ചെയ്യുവാനുള്ള യോഗമെന്ത്? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി മുജ്ജന്മത്തിലും നിങ്ങളുടെ ജീവിത പങ്കാളി തന്നെ ആയിരുന്നു. ഒരാളുടെ ജീവിത പങ്കാളിയുടെ നക്ഷത്രം അയാൾ ജനിച്ച കൂറിൻ്റെ ഏഴാമിടത്തെ കൂറിൽ വരുന്ന നക്ഷത്രമായിരിക്കുക. അത് തിരിച്ചും അങ്ങനെ തന്നെ വരും. ഉദാഹരണമായി മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക 1-ാം പാദ നക്ഷത്ര ജാതകർ, തുലാക്കൂറിൽ ജനിച്ച ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ഈ 3 നക്ഷത്രങ്ങളിൽ വരുന്ന ആരെങ്കിലും വിവാഹം ചെയ്യുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ, വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ വിവാഹം ചെയ്യുക. മിഥുനക്കൂറും അതോടൊപ്പം തന്നെ ധനുക്കൂറുമായുള്ള വിവാഹബന്ധവും, കർക്കിടകക്കൂറും മകരക്കൂറുമായും, കുംഭക്കൂറും ചിങ്ങക്കൂറുമായും, കന്നിക്കൂറും മീനക്കൂറുമായും ഈ രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകർ പരസ്പരം വിവാഹിതരായി കഴിയാൽ അത് സമസപ്തമ യോഗമായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് പൂർവജന്മ ബന്ധങ്ങൾ മൂലമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ ചിങ്ങക്കൂറും കുംഭക്കൂറുമായും കർക്കിടകക്കൂറും മകരക്കൂറുമായും തങ്ങളിൽ നടക്കുന്ന വിവാഹ ബന്ധത്തിന് ഗുണമത്ര പോരാ എന്ന് പറയപ്പെടുന്നു. ബാക്കിയുള്ള കൂറുകൾ തങ്ങളുള്ള ബന്ധങ്ങൾ ഉത്തമമായും കണ്ടുവരുന്നു. എന്നാൽ ചില ആചാര്യന്മാർ ചന്ദ്രലഗ്നം തന്നെ വേണമെന്നില്ല, അവരുടെ ജന്മലഗ്നമായാലും ജന്മലഗ്നങ്ങൾ തങ്ങളിൽ സമസപ്തമം വന്നാലും അത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഇത് മുജ്ജന്മ ബന്ധങ്ങൾ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും കഴിഞ്ഞ പൂർവ്വജന്മത്തിൽ പൂർത്തിയാകാതെ സഫലീകൃതമാകാതെ വന്ന കാര്യങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയാണ് അവർ ഈ ജന്മത്തിലും ഒന്നിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. ഇത് വളരെ ജീവിതത്തിന് വളരെ അഭിവൃദ്ധി നൽകുന്ന ഒരു കാര്യമാണ്. ഇത് ദശവിധ പൊരുത്തങ്ങളിൽ ഉൾപ്പെടാത്ത ഒരു പൊരുത്തമായിട്ടാണ് പറയേണ്ടത്. അത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മറ്റുള്ള പൊരുത്ത ദോഷങ്ങളും ജാതക ദോഷങ്ങളും സ്വാഭാവികമായി തന്നെ പരിഹരിക്കപ്പെട്ട് അവർക്ക് ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടുവാനും എല്ലാവിധ സമ്പൽ സമൃദ്ധി, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതും ആയും കണ്ടുവരുന്നു. നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ നിങ്ങളുടെ പങ്കാളിയോ നിങ്ങളുടെ പരിചയത്തിലോ ഇങ്ങനെ സമസപ്തമ യോഗമുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ടെങ്കിൽ അവരുടെ ജാതകവും നാളുകളും തിരക്കി അതിനെപ്പറ്റി നിങ്ങളൊന്ന് പരിശോധിക്കുക. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കുകയും അത് ഏതേത് നക്ഷത്രക്കാരാണ് എന്ന് നിങ്ങളൊന്ന് നോക്കുക. അതൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.